ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഈ ദേശീയ ഹൈവേ 66 നിർമ്മാണത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ചില നിർദ്ദേശങ്ങൾ ഗഡ്കരിയുടെ ഭാഗത്ത് കരാർ കമ്പനിക്കെതിരെ ഉണ്ടായി എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശം? യഥാർത്ഥത്തിൽ അതൊരു ദുരിതപാതയായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെ ആ കരാർ കമ്പനി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. എത്ര തവണ അവലോകന യോഗം നടത്തിയാലും, എത്ര തവണ അവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ അവരെ അറിയിച്ചു വാണിംഗ് കൊടുത്താലും എല്ലാം ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഈ ദേശീയപാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ 21 തവണയാണ് ബഹുമാന്യനായ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വിവിധ ഘട്ടങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കൊടുത്തത്. ഇപ്പം കഴിഞ്ഞ ദിവസം അവിടെ മുഴുവൻ MLA മാർ, ആ ഹൈവേയിൽ വരുന്ന MLA മാരുടെ സാന്നിധ്യം ഓൺലൈനായിട്ടും ഫിസിക്കലായിട്ടും, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, ജനപ്രതിനിധികൾ എല്ലാവരെയും വിളിച്ചു ചേർത്ത് മഴക്കാലം വരാനിരിക്കുകയാണ്, ഇന്ന പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് പരിഹരിക്കണമെന്ന് നേരത്തെ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് പറഞ്ഞിട്ടും അതുപോലും പാലിക്കപ്പെടുന്നില്ല. ഇപ്പോഴും റോഡിന്റെ സൈഡ് പ്രൊട്ടക്ഷൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിന്റെ വാർത്തകളും ദൃശ്യങ്ങളുമാണ് നിങ്ങൾ കൊടുക്കുന്നത്. സർവീസ് റോഡുകളുടെ നിലവാര തകർച്ച വലിയ പ്രശ്നമാണ്. സർവീസ് റോഡിൽ കൂടെയാണ് പലയിടങ്ങളിലും പോകാൻ പറ്റുന്നത്. അതാണെങ്കിൽ നിലവാരമില്ലാത്ത തരത്തിൽ പൊളിഞ്ഞു പാളീസായി കിടക്കുന്ന അവസ്ഥ. ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ്. ഒരു ചെറിയ മഴക്ക് പോലും വെള്ളക്കെട്ടുകളും അവിടുത്തെ യാത്രയും അതുപോലെ തന്നെ വ്യാപാരവും, ചിലയിടങ്ങളിൽ വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്നതിനൊക്കെ ഇത് കാരണമാവുമ്പോൾ ഒരു കൃത്യമായ നടപടിയും നിർദ്ദേശം കൊടുക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടത്. അതിന്റെ എല്ലാ വിഷ്വൽസും, അവിടെയുള്ള പ്രയാസങ്ങളുടെ എല്ലാ വിഷ്വൽസ്, ഓഡിയോ, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ ചിത്രങ്ങൾ, പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ, ദൃശ്യമാധ്യമങ്ങളിലെ വാർത്തകൾ, ഇതൊക്കെ അദ്ദേഹത്തെ കണ്ട് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 12:30 മണിക്ക് വീണ്ടും വരാനായിട്ട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് കേരളത്തിന്റെ ചുമതലയുള്ള NHAI മെമ്പറെ അവിടെ വിളിച്ചു വരുത്തി. NHAI ചെയർമാൻ അദ്ദേഹം ഫോണിലും അവൈലബിൾ ആക്കി. എന്നിട്ട് പറഞ്ഞു, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഴ്ചകൾ വരുത്തുന്നത് ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. അവർക്ക് ജോലിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ കോസ്റ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണെങ്കിലും അവരിൽ നിന്ന് പിഴ ഈടാക്കിയിട്ടാണെങ്കിലും അവരെ ടെർമിനേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ മടിക്കില്ല എന്ന് നിർമ്മാണ കമ്പനിയുടെ മെയിൻ കോൺട്രാക്ട് എടുത്തിട്ടുള്ള അദാനി ഗ്രൂപ്പിനെ തന്നെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം മന്ത്രി NHAI ചെയർമാനും അതുപോലെ തന്നെ NHAI കേരളത്തിന്റെ ചുമതലയുള്ള മെമ്പർക്കും നൽകുകയുണ്ടായി. അതിൽ ആ നിർദ്ദേശം നൽകി അവരത് പരിഹരിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ ഇനി മടിക്കരുത്, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു, എന്നിട്ട് പുതിയ ആളുകൾക്ക് വർക്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് കർശന നിർദ്ദേശം കൊടുത്തത്. NHAI ചെയർമാനും കമ്മിറ്റി അംഗവും മന്ത്രിയോട് അറിയിച്ചത് കഴിഞ്ഞ ദിവസവും ഒരു ഇൻസ്പെക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് തവണ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ജോയിന്റ് ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ട്. ഓരോ പരാതികളെയും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. അടിപ്പാതകളും അതുപോലെ തന്നെ ഓവർബ്രിഡ്ജുകളും ഫുട് ഓവർബ്രിഡ്ജുകളും ഒക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലും ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പിലും പ്രൊജക്ട് ഡയറക്ടറുടെ മുമ്പിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ പോലും കരാർ കമ്പനി പല കാര്യങ്ങളിലും മെല്ലപ്പോക്ക് നയമാണ്. ആ സർവീസ് റോഡിന്റെ കാര്യത്തിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലില്ല. ഇങ്ങനെ ഈ അവസ്ഥ വലിയ പ്രയാസം വടകരയിലെ ജനങ്ങൾക്ക് സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നടപടികളിലേക്ക് കടക്കാൻ മടിക്കില്ല, അദാനി ഗ്രൂപ്പിനെ വർക്കിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യം പോലും ആലോചിക്കുമെന്നുള്ളത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മന്ത്രി നിർദ്ദേശം കൊടുത്തത്. മറ്റൊരു കാര്യം, ഇത് സബ് കോൺട്രാക്ട് എടുത്തവരുടെ മാത്രം പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഒരു വാദം അദാനി ഗ്രൂപ്പ് മുമ്പൊരിക്കൽ വെക്കേണ്ടായി. പക്ഷെ ഇന്നലെ മിനിസ്റ്റർ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞത് മറ്റൊരു സ്ഥലത്തും അദാനി ഗ്രൂപ്പിന് ഈ വർക്ക് കൊടുത്തെടുത്ത് സമാനമായ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. മെയിൻ കോൺട്രാക്ട് വലിയ തുകക്ക് എടുത്തിട്ട് അത് താരതമ്യേന കുറഞ്ഞ തുകക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുന്നത് പോലും ഇതിന്റെ വർക്കിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുള്ള സംശയം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. എന്തായാലും ഗൗരവത്തിലെടുക്കാമെന്നും നടപടികൾ എടുക്കാമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്ര കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ NHAI ചെയർമാനും മെമ്പർക്കും ഒക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. വീഴ്ചയിലുണ്ടായ സംസ്ഥാന സർക്കാരിനും ഇതിൽ നടപടിയെടുക്കാനുള്ള ഒരു ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ മുഴുവനായിട്ട് ഇവരാണ് നടത്തുന്നത്. സംസ്ഥാന വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. അവിടുത്തെ MLA മാരും ഞാനും പോയി കണ്ടിരുന്നു. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിലും അവരുടെയും ഒരു ജോയിന്റ് ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഇതിനാവശ്യമാണ്. സംസ്ഥാന PWD വകുപ്പും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് മുമ്പാകെ വെക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ സംസ്ഥാനത്ത് മന്ത്രിയുടെ മുമ്പിലും വെച്ചിട്ടുണ്ട്. സർക്കാരും വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ആയി ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.